ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. രാത്രി സ്നാക്കാണ് ഡോക്ല. എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർമൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബേസൻ നമ്മൾ കടലപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 1.5 കപ്പ് ബേസനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ കട്ടയൊന്നുമില്ലാതെ അരിച്ചെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റിയെടുക്കാവുന്നതാണ്. അരിച്ചു വെച്ച പൊടിയിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത്, ഒരു 4 ടേബിൾ സ്പൂൺ തൈരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ പാകത്തിന് വേണം മിക്സ് ആക്കിയെടുക്കാൻ. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ്, അപ്പോഴാണ് എനിക്ക് പാകമായിട്ട് കിട്ടിയിട്ടുള്ളത്. പാകത്തിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം. അപ്പോഴേക്ക് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് നമ്മൾ ഇത് ബാറ്റർ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പാക്കറ്റ് ഈനോ, ഞാൻ ലെമൺ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഈനോ ആഡ് ചെയ്യുമ്പോഴേക്കന്നെ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എണ്ണ ആദ്യം പുരട്ട പ്ലേറ്റിൽ, എന്നിട്ട് നന്നായി തൂവി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്കതിലേക്ക് പോർ ചെയ്ത് ബാറ്റർ അതിലേക്ക് വെച്ചിട്ട് തിളക്കുന്ന വെള്ളത്തിൻ്റെക്ക് റിങ്ങിൻ്റെ മേലെ എടുത്ത് വെക്കാം. എന്നിട്ട് മൂടി അടച്ച് ഒരു 20 മിനിറ്റ് നമുക്കിത് സിമ്മിൽ വേവിച്ചെടുക്കേണ്ടി വരും. 20-25 മിനിറ്റ് എടുക്കാം. അപ്പോഴേക്ക് നമുക്കിതിന് ആഡ് ചെയ്യാനുള്ള സാലന റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കടുകും കറുത്ത എള്ളും ജീരകവും എടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇത് 3 ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി കഴിയുമ്പോഴേക്ക് നമുക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പില ഇടാം. അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളവും ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും പാകത്തിന് ഉപ്പും, 2 പിഞ്ച് മതിയാവും. ഉപ്പും ഇട്ടാൽ നമ്മുടെ സാലന റെഡിയായി. അതിലേക്ക് ഇത്തിരി കായ പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ലെമൺ. ആ ലെമൺ നമുക്ക് സ്ക്വീസ് ചെയ്ത് ഇതിലേക്ക് ഇടാം. പിന്നെ കറിവേപ്പിലയും ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും കുറച്ച് ആഡ് ചെയ്യാം. ഇത് എന്നിട്ട് നമുക്കിതിൻ്റെ ഡോക്ലയുടെ മേലെ ഒഴിക്കാനുള്ള, സോഫ്റ്റാക്കി എടുക്കാനുള്ള ലിക്വിഡാണിത്. നമുക്കിനി ഡോക്ല റെഡിയായാൽ നോക്കാം. ഒന്ന് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുക. നമ്മൾ കേക്കൊക്കെ നോക്കണം അതേ പാകത്തിന് തന്നെ. ഇത് പാകമായിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. അത് മാറ്റി വെച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. 4 സൈഡിൽ നിന്നും ഇളക്കിയെടുത്ത് പിറകിൽ തട്ടിയെടുത്താൽ ഇത് പ്ലേറ്റിൽ നിന്ന് നല്ല കേക്ക് പോലെ തന്നെ നീറ്റായിട്ട് അടർന്ന് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിതിനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ട് ഇന്ന് ഞാൻ 2 ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതും ഒന്ന് സ്പൈസി ആയിട്ടുള്ളതും. ഇതുപോലെ ക്യൂബ്സായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാലന ഇതിൻ്റെ മേലെ ആഡ് ചെയ്യാം. കുറച്ച് പച്ചമുളക് മുറിച്ചതും കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഡോക്ല കഴിക്കാനിതാ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ക്യൂബ്സ് വെച്ചിട്ട് നമ്മൾ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇടുക. നമ്മളെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതിലേക്ക് നമ്മൾ ഈ ഡോക്ല ആഡ് ചെയ്ത് കുറച്ച് കായപ്പൊടി കൂടെ ആഡ് ചെയ്യാം. അത് ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടി ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം കൂടെ അതിൻ്റെ മേലെ കൂടി തൂവി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാലന ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് മല്ലി ഇലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സ്പൈസി ഡോക്ല റെഡിയാണ്. 2 തരത്തിലുള്ള ഡോക്ല ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് സ്വീറ്റും ഒന്ന് സ്പൈസി ആയിട്ടുള്ളത്.
എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങള് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം, കമന്റ്സിൽ ഇടണം. അപ്പോൾ മാത്രമേ എനിക്ക് എന്തൊക്കെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.